നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരള ഇൻസൈറ്റ് ചാനലിലേക്ക്. ഇത് ശരിക്കും ഒരു റിവ്യൂ ആയിട്ട് കണക്കൂട്ടാൻ പാടില്ല. എല്ലാവരും സിനിമയെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞങ്ങളും സിനിമയെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം എന്ന സിനിമ ഞങ്ങൾ കണ്ടു. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു റിവ്യൂ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. പക്ഷേ ഈ സിനിമ ശരിക്കും നൽകുന്ന മെസ്സേജുകളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. 3 കാരണങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന മെസ്സേജസ് അതെന്താണെന്ന് പറയാം. അതോടൊപ്പം തന്നെ ഈ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകൻ്റെ മനസ്സിൽ തോന്നുന്ന 3 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലൂടെ നമുക്ക് ഈ സിനിമയെ വിലയിരുത്തേണ്ടി വരും. പെൺകുട്ടികൾ ഈ സമൂഹത്തിൽ എത്രത്തോളം സുരക്ഷിതരാണ്? അടുത്ത ചോദ്യം, ഈ പെൺകുട്ടി ഒരു അപകടം നടക്കും എന്ന ബോധ്യത്താൽ അവരെ രക്ഷിച്ച ശേഷം സ്വയം അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിഷയമാണ്. ഇതൊരു പൗരബോധവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ആൺ പെൺ വിഭാഗങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു മെസ്സേജ് കൂടിയാണിത്. ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മകളെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഈ സിനിമയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഫൈറ്റ് സീനുകളും അതുപോലെ തന്നെ ആ സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങൾ ആ കുട്ടി അതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഒരു മഹാനടൻ്റെ മോൾ എന്ന രീതിയിൽ നമ്മൾ വലിയ പ്രതീക്ഷയോട് തന്നെയാണ് ഈ സിനിമ കണ്ടത്. ആ സിനിമയുടെ ആ കുട്ടിയുടെ അഭിനയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വിലയിരുത്തേണ്ട കാര്യമില്ല. ആ കുട്ടി അങ്ങനെ ഒരു പരിശ്രമം ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് ജനങ്ങളിലെത്തിക്കാനാണ് എന്ന് മാത്രം കരുതുക. ഇനി ഇതിൻ്റെ തിരക്കഥാകൃത്തിനെയും സംവിധായകനെയും എഡിറ്ററെയും എല്ലാം നല്ലതുപോലെ തന്നെ അഭിനന്ദിച്ചേ മതിയാകത്തുള്ളൂ. കാരണം കേരളത്തിലൊരു പോലീസ് സ്റ്റേഷൻ എന്താണെന്നും പോലീസ് സംവിധാനങ്ങൾ എത്രത്തോളം ആക്റ്റീവായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇപ്പോൾ ഈ സിനിമ കാണുന്നവർക്ക് തീർച്ചയായും ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് ഈ സിനിമ ബോധ്യപ്പെടുത്തി തന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശനും ഈ സിനിമ തീർച്ചയായിട്ടും കാണണം. കാരണം ഇവർക്ക് കൂടി ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്ന പോലീസിൻ്റെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട രീതി. ഏതെങ്കിലും ഒരു നടന്മാരെക്കുറിച്ചോ അവർ കൈകാര്യം ചെയ്ത കഥാപാത്രങ്ങളെക്കുറിച്ചോ ഒന്നും നിങ്ങൾ പറയുന്നില്ല. എല്ലാ നടന്മാരും ഇതിൽ അവരുടേതായിട്ടുള്ള റോൾ നിർവഹിച്ചു. ഈ സിനിമയുടെ ഏറ്റവും വലിയ കീ പോയിൻ്റ് എന്ന് പറഞ്ഞത് മഹാനടനായ സായികുമാറിനെ വിസ്മയുടെ അച്ഛനായി തിരഞ്ഞെടുത്തതാണ്. അതിമനോഹരമായ പ്രകടനത്തിലൂടെ ശരിക്കും സായികുമാർ ഒരു വലിയ നടൻ തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഈ സിനിമയെ ബോറടിപ്പിക്കാതെ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ആന്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം അഭിനയിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്താൽ മിടുക്കനാവുന്ന ഒരു നടൻ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പാണ്. ഇതുപോലൊരു സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സ് തങ്ങി നിൽക്കുന്ന എന്ത് മെസ്സേജാണ്, എന്ത് സന്ദേശമാണ്, അല്ലെങ്കിൽ ഈ സിനിമ മറ്റുള്ളവർ കാണണം എന്ന് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? അതാണ് ഞങ്ങൾ റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആളുകളോട് പറയുക. അവർ സിനിമ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യും. ഇതായിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയെ സംബന്ധിച്ച റിവ്യൂ. കയ്യക്ഷരമല്ല പ്രാധാന്യം, അതിലെ കണ്ടൻ്റാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.